പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ഈ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളേവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് അയച്ചു കിട്ടിയ അനേകം എൻട്രികളിൽ നിന്ന് ഒരു വിദഗ്ധ സമിതി തെരഞ്ഞെടുത്ത 15 നവദമ്പതികളെയാണ് ഇന്ന് ഈ ഉദ്ഘാടന വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്. ഈ 15 ദമ്പതികളിൽ നിന്ന് ഒരു കപ്പിളിനെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്നു. ആ ഭാഗ്യദമ്പതികളാണ് ഞങ്ങളുടെ ജ്വല്ലറി ഇന്ന് ഉദ്ഘാടനം ചെയ്യുക. ഭാഗ്യദമ്പതികളെ തെരഞ്ഞെടുക്കാൻ സുപ്രസിദ്ധ സിനിമാ താരം ദിവ്യ ഉണ്ണിയെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മിസ് ദിവ്യ ഉണ്ണി. മെയ്ഡ് ഫോർ ഈച്ച് അതർ ഭാഗ്യദമ്പതികൾ ആരാണെന്ന് നോക്കാം അല്ലേ? Mr. Ebi Zakaria and Mrs. Sona Ebi Zakaria. Come on, ladies and gentlemen, give them a big hand. Wish you happy married life. Thank you. Congrats. Thank you. ഈ ഭാഗ്യദമ്പതികൾ ഞങ്ങളുടെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പ്ലീസ് കം. ഭാഗ്യദമ്പതികൾക്ക് ഞങ്ങളുടേതായ ഒരു ഹംബിൾ പ്രസന്റ്. ഞങ്ങൾ പരസ്യം ചെയ്തിരുന്നതുപോലെ 10 പൗണ്ട് ഒരു നെക്ലസ് നൽകുവാൻ മിസ് ദിവ്യ ഉണ്ണിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓണറുടെ ഒടുവിലത്തെ നോട്ടത്തിലും ചിരിയിലും എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയൊരു സംശയം. നിനക്ക് തോന്നിയല്ലടാ? എനിക്കും തോന്നി. ഇനിയിപ്പോ മൂപ്പിലാന് തോന്നിയാ തന്നെ സംഗതി അടിപൊളി. വെരി സോറി. എന്തായാലും ഭാഗ്യം എപ്പോഴും ഇവന്റെയും സോനയുടെയും കൂടെയാ. നമ്മള് വേഷം കെട്ടിയത് വേസ്റ്റ്. നിന്നെ ഹസ്ബൻഡെ സെലക്ട് ചെയ്തപ്പോഴേ വിചാരിച്ചാ നമുക്ക് നറുക്ക് വീഴില്ലെന്ന്. കോളേജിൽ ഫാൻസി ഡ്രസ് എന്നും പറഞ്ഞ അമ്മച്ചിയുടെ കല്യാണ സാരി ആഭരണമൊക്കെ അടിച്ചു മാറ്റിയത്. പറഞ്ഞ പോലെ എവിടാ ഇത് കഴിച്ചു മാറ്റിയൊന്ന് ഫ്രീ ആണ്ടേ? എങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് കോളേജിലേക്ക് പോവാ? നേരെ അങ്കിൾസിലേക്ക് വിടാം. അവിടെ നിന്ന് ഭാഗ്യദോഷികൾക്ക് ഒരു ഐസ്ക്രീം എങ്കിലും മേടിച്ചു കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ? ഇവരുടെ ശാപം കിട്ടും. അങ്കിൾസാ പള്ളി പറഞ്ഞാ മതി. നേരെ താജിലേക്ക് വിട്. 10 പവന് സേട്ടിന്റെ കടയിൽ പണയം വെച്ച പവന് മിനിമം 2500 വെച്ച് 25,000. മുഴുവൻ വേണ്ട, 5-1. നിങ്ങൾ താജിലെത്തി മെനു കാർഡ് നോക്കുമ്പോഴേക്കും ഞാനും സഞ്ജും ഫണ്ടും ആയിട്ടെത്താം. സോന, ആ ബോക്സിംഗ് ഇട്. ആദ്യം അതൊന്നും തുറക്ക്. 10 പവനുണ്ടോന്ന് അറിയണമല്ലോ. ഇനിയിപ്പോ കോപ്പറിൽ ഗോൾഡ് പൂശിതാവാമല്ലോ. എങ്കിലും അവന്റെ കോപ്പർ ഔട്ട് ആയതന്നെ. തർക്കം വേണ്ട. തൽക്കാലം സമ്മാനം കിട്ടിയത് പണയം വെച്ച് വെറുതെ എച്ചിത്തരം കാണിക്കണ്ട. അതുപോലെ കല്യാണത്തിന് നമ്മൾ കൊടുക്കുന്ന സ്ത്രീധനമായിട്ട് ഇപ്പോഴേ വരവച്ചേക്കാം. ഇപ്പൊ ഒരു 1000 മണീസ് ഞാനും സോനയും കൂടെ ഷെയർ ചെയ്യാം. അതും കൊണ്ട് താജ് റെസിഡൻസി എന്ന ഓരോ ഗ്ലാസ് നാരങ്ങ വെള്ളം കിട്ടും. അതാ പറഞ്ഞത്, നമുക്ക് നമ്മുടെ പഴയ അങ്കിൾസ് മതി. ഒരു നല്ല കാലം വന്നെന്ന് വെച്ച് നമുക്ക് നമ്മുടെ അങ്കിൾസിനെ മറക്കാൻ പറ്റുമോ? വിട്ടോ. വാ വാ വാ. സീലിയെ, ഉദ്ഘാടനം ചെയ്ത പെങ്കൊച്ചിനെ എവിടെ വെച്ചാ കണ്ട് പരിചയമുണ്ടെന്ന് പറഞ്ഞത്? ഞാനല്ല, സാറല്ലേ പറഞ്ഞത് പരിചയം തോന്നുന്നു. അതെ അതെ, ഞാൻ ഉദ്ദേശിച്ച പെങ്കൊച്ച് തന്നെയാവും. നീ ആ ടെലിഫോൺ ഡയറക്ടറി ഒന്ന് എടുത്തേ. യെസ്, ജേക്കബ് ജോബ് ഹിയർ. ജിനൻ, എന്തൊക്കെയാ? ജുവലറി ഉദ്ഘാടനത്തിന് ക്ഷണക്കത്ത് അയച്ചിരുന്നു, കണ്ടില്ലല്ലോ. ഓ, എന്റെ തിരക്കറിയാലോ, മറന്നുപോയി. ഐ എം വെരി സോറി. ഏയ് സാരമില്ല. പക്ഷേ തന്റെ മോള് വന്നിരുന്നു. ആര്? സോനയോ? സോന. സത്യത്തില് പേരെനിക്ക് ഓർമ്മ വന്നില്ല. അന്നൊരിക്കൽ ബാബുച്ചാന്റെ മോളിലെ വെഡിങ് റിസപ്ഷൻ കണ്ടപ്പോ താൻ വൈഫിനും മോളെയും പരിചയപ്പെടുത്തിയ ഒരു ഓർമ്മ കറക്റ്റായി. ഒരാള് ഒരിക്കൽ കണ്ടാൽ ഞാൻ കൃത്യമായി ഓർത്തു വെക്കും. പക്ഷേ അവൾക്ക് എന്നെ മനസ്സിലായില്ല. എന്താ ജന കാര്യം? അവളെന്തിനാ ഷോപ്പിൽ വന്നത് മാത്രമോ? നറുക്കെടുപ്പ് നടത്തിയപ്പോ ബെസ്റ്റ് കപ്പിളിന് സമ്മാനവും വാങ്ങിയില്ലേ തന്റെ മോളും ഹസ്ബൻഡും. ഈ മോളുടെ കല്യാണം നടത്തിയിട്ട് ഞങ്ങളാരും ക്ഷണിച്ചില്ലല്ലോ ജോബേ. ജിന എന്തൊക്കെയാ പറയുന്നത്? മോളുടെ കല്യാണം കഴിയേ? അവള് കോളേജിൽ പഠിക്കല്ലേ? അപ്പൊ എന്റെ ഊഹം കറക്റ്റായി. കോളേജ് പിള്ളേരൊരു തമാശ. എന്തായാലും കുഴപ്പമില്ല, സംഗതി ഉഷാറായി. ഏതാ ജോബേ ആ പയ്യൻ? അത് വേറെ ആരാവില്ല, എബി, നമ്മുടെ ഡോക്ടർ സണ്ണിയുടെ മോൻ. അത് തന്നെ.
നാടകത്തിനാണെന്നും പറഞ്ഞ് മാലയും സാരിയും ഒക്കെ വാങ്ങിക്കൊണ്ട് പോയെന്ന് മായ പറയുന്നത് കേട്ടു. ഞാൻ ഒന്ന് ചോദിക്കട്ടെ? ഓക്കെ, ഞാൻ വിളിക്കാം. ഹലോ. ആ അയ്യേ, ആകെ ചമ്മലായല്ലോ. ഈ കുട്ടികൾക്ക് ഇതെന്നാത്തിന്റെ കേടാ? അല്ലേലും നമ്മുടെ മോൾക്ക് കുറുമ്പ് കൂടുന്നുണ്ട്. ആ ബേബി, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചോളാം. നേരോ? ആര് പറഞ്ഞു? ആ ഏതായാലും സണ്ണിച്ചേനും ജോവച്ചേനും ഇന്നത്തേക്കുള്ള വകയായി. അതെ അതെ, പക്ഷേ ഇത് ഇത്തിരി കൂടിപ്പോയി. ആ പറയാം. ആ 1 സെക്കൻഡ്. ദേ സണ്ണിച്ചേൻ വന്നു. ഞാൻ കൊടുക്ക, നീ തന്നെ പറഞ്ഞേക്ക്. ദാ. എന്താ പ്രശ്നം? ഇതിപ്പോ ഇത്തിരി ഓവർഡോസാ. നമ്മുടെ പുന്നാര മോൻ എബിയും മായ ജോബ് ദമ്പതികളുടെ ഏക മകൾ സോനയും ഇന്ന് രാവിലെ 11 മണിക്ക് വിവാഹിതരായി. വിശ്വാസം വരുന്നില്ലെങ്കിൽ ചോദിച്ചു നോക്ക്. മായ അത് കലക്കി. അതെ അതെ, നവദമ്പതികൾക്ക് നമുക്ക് ഉഷാറായിട്ടൊരു സ്വീകരണം കൊടുക്കണം. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാൻ ജോബിനെ. ശരി. എടേ, നിന്റെ സർക്കിളാങ്ങളെ ഒന്ന് വിളിക്ക്. 2 എണ്ണം ടൗണിൽ എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങണുണ്ടാവും. ഇപ്പൊ തന്നെ പോക്കാൻ പറ. ആ വാ, എവിടുന്ന് പൊക്കിയാലേ രണ്ടിനെയും? സിറ്റി ലിമിറ്റ് വിട്ട് പോത്തോണ്ട് അധികം മെനക്കെടേണ്ടി വന്നില്ല. സാർ ഇരിക്കാൻ സമയമില്ല, നാകെ തിരക്കൊടിച്ച ദിവസാ. അറിയാ, നമുക്ക് രാത്രി ക്ലബ്ബിൽ കാണാം. ഓക്കെ. ഇതിൽ ഞാൻ ഇടപെടേണ്ട കാര്യമൊന്നുമില്ലോ. അപ്പൊ ശരി. ഇങ്ങോട്ട് മാറി നിന്ന് രണ്ടുപേരും ഞങ്ങളൊന്ന് കാണട്ടെ. എന്താണ് വധുവരന്മാരുടെ മുഖത്തൊരു ചമ്മല്? ആ സാധനം കന്നേ സാധാ. അപ്പോഴേ ജിന, നമ്മൾ ഈ പ്രതികളെ എന്താ ചെയ്യണ്ടേ? അതിപ്പോ കുട്ടികളുടെ ഒരു തമാശയല്ലേ ജോബ്. തന്റെ മോളാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് സന്തോഷം ഉണ്ടായത്. എന്നാലത് ശരിയല്ലല്ലോ. ഇതൊരു തരം ചീറ്റിംഗ് അല്ലേ? ചീറ്റിങ്ങോ? അതിന് ഞങ്ങളാരും ചീറ്റ് ചെയ്തില്ലല്ലോ. ഞങ്ങൾക്ക് നറുക്ക് വീണു, സമ്മാനവും കിട്ടി. പിന്നെ കപ്പിളായിട്ട് അഭിനയിച്ചത് അതിപ്പോ ഞങ്ങൾ മാത്രമല്ലല്ലോ, ഫ്രണ്ട്സും ഇല്ലേ? ഏതായാലും ഉദ്ഘാടനം ഭംഗിയായി നടന്നല്ലോ. ഞങ്ങൾ ഇത് ആർക്കായാലും കൊടുക്കണം. പരസ്യപ്പെടുത്തതല്ലേ എന്ന് വെച്ച് അത് ഡിസർവ് ചെയ്യുന്നവർക്കല്ലേ കൊടുക്കേണ്ടത്. ഇതെടുത്തു വെച്ച്. അത് വേണ്ട ഡോക്ടറെ. സമ്മാനം കൊടുത്തത് തിരിച്ചെടുക്കാന്ന് പറഞ്ഞ അതൊരു ഐശ്വര്യക്കേടാ. തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാ അത് ഞങ്ങൾക്കും മാനക്കേടാ. അപ്പൊ പിന്നെ ഇവര് പറയട്ടെ എന്താ വേണ്ടെന്ന്. ഇതിന്റെ പേരിൽ ഫ്രണ്ട്സ് അടിച്ചു പൊളിച്ചതിന് നല്ലൊരു എമൗണ്ട് വേസ്റ്റ്. ആ അതിപ്പോ ഇതല്ലെങ്കിലും വേറെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുമല്ലോ അടിച്ചു പൊളിക്കാൻ. അതല്ലേ പതിവ്. മിസ്റ്റർ ജിന്നൻ അറിയാമോ, ഈ ജോബും ഞാനും ചെറുപ്പം പോലെ ഫ്രണ്ട്സാ. എന്ന് വെച്ചാൽ 1ാം ക്ലാസ് മുതൽ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവർ, തൊട്ടടുത്ത വീട്ടിൽ താമസം, ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ കല്യാണം. അതിലൊക്കെ തമാശ, ഈ 2 എണ്ണത്തിനെയും ഞങ്ങളുടെ കെട്ടിയോളുമാര് ഒരേ ആശുപത്രിയിൽ ഒരേ ദിവസം ഏതാണ്ട് ഒരേ സമയത്ത് പ്രസവിച്ചു എന്നുള്ളതാ. മാമോദിസ ഒരുമിച്ച്, സ്കൂളിൽ ചേർത്ത് ഒരുമിച്ച്, ഇപ്പൊ പഠിക്കുന്നത് ഒരുമിച്ച്. ഇവൻ ഒന്ന് തുമ്മിയാൽ ഇവളും തുമ്മും. ദേ ഇപ്പൊ ഡ്രസ് കണ്ടില്ലേ, അതും ഒരുപോലെ. ആ അതിന്റെ കുഴപ്പവും ഗുണവും 2 പേർക്കും ഉണ്ട്. അതേതായാലും കൊള്ളാലോ. അത്യാവശ്യം ഫ്രീഡം ഒക്കെ ഞങ്ങൾ 2 പേർക്കും കൊടുത്തിട്ടുണ്ട്. അതിന്റെ കെയർ ഓഫിൽ കാട്ടുന്ന കുസൃതിയായി കണക്കാക്കിയാൽ മതി. ഇതും അതങ്ങോട്ട് എടുത്തു വയ്ക്കും. എന്നാലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ ഇവർക്ക് 2 പേർക്കും കൊടുക്കണ്ടേ? ഇന്നത്തെ ഞങ്ങള് VIP-കളല്ലേ ഇവര്. ഏതാ ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്? October 12th. ഗുഡ്. അപ്പോ സോഡിയാക് സൈൻ ലിബ്ര. ആ സീലി, രാമകൃഷ്ണനോട് ചോദിച്ച് ലിബ്രക്കാർക്ക് ചേർന്ന് ബെർത്ത് സ്റ്റോൺ വെച്ച 2 റിങ്ങുകൾ കൊണ്ടുവരൂ. ഗുഡ് മോർണിംഗ് സോന. വെരി ഗുഡ് മോർണിംഗ് എബി. നീ ഉണന്നോ? ആ ഉണന്നു. നീ ഉണന്നോ? ഞാൻ ഉണന്നു. ഇന്നു മുതൽ നമ്മൾ ഡീസന്റ് ആവാൻ പോവല്ലേ? അതെ. ഇന്നലെ പപ്പയ്ക്കും മമ്മിക്കും കൊടുത്ത പ്രോമിസ് നമ്മൾ പാലിക്കണ്ടേ? പിന്നെ ഇന്നു മുതൽ എന്നും രാവിലെ 6 മണിക്ക് നമ്മൾ ഉണരുന്നു, പിന്നെ പഠിക്കുന്നു. ഓക്കേ? ഡബിൾ ഓക്കേ. ഇനി മായാമിയും ബേബാൻഡിയും ഓരോ കപ്പ് ചൂടുള്ള ചായയുമായി രംഗപ്രവേശം ചെയ്യട്ടെ. ആ ചെയ്യട്ടെ. ജില്ലും പട 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 പട. ഡാ സോന, നീ ഇപ്പൊ എന്തെടുക്കാ അവിടെ? ഞാൻ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാൻ ബ്രഷിൽ പേസ്റ്റ് പുരട്ടി കഴിഞ്ഞു. വെരി ഗുഡ്. ഞാനിതാ ബ്രഷ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു.
ഏത് പേസ്റ്റ് ഉപയോഗിച്ചാണ് ബ്രഷ് ചെയ്യുന്നത്? കോൾഗേറ്റ് കാൽഷി ഗാർഡ്. അതിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? കുട്ടികളെ, ഡോക്ടർ പറയുന്നത് ശ്രദ്ധിക്കൂ. പെട്ടെന്നാവട്ടെ, തണ്ണിച്ചാനും ജോബിച്ചാനും ജോഗിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞു. നമുക്ക് വേഗം ഇരുന്ന് പഠിക്കണ്ടേ? പിന്നെ ഞാൻ കെമിസ്ട്രി നോട്ട് എടുത്തു കഴിഞ്ഞു. മതി മതി, ഞങ്ങൾ കേട്ടു. വിളിച്ചു കൂവി ഈ കോളനിയിലുള്ളവരെ മുഴുവനും അറിയിക്കണ്ട. ഗുഡ് മോർണിംഗ് ജെന്റിൽമെൻ. ഗുഡ് മോർണിംഗ് കേണൽ സർ. ഇന്ന് നിങ്ങൾ രണ്ടുപേരും 10 മിനിറ്റ്സ് ഏർലിയർ ആണല്ലോ. സാധാരണ നമ്മൾ ജഡ്ജസ് അവന്യൂല്ലേ മീറ്റ് ചെയ്യാറ്? അല്ലല്ല, യു ആർ 10 minutes late. നോ നോ, ഐ ആം ഓൺ ദ ഡോട്ട്. ഓയ് ക്യാ ബോൾത്തി തൂ, ഓയ് ക്യാ വേ ബോലൂ. അത് ശരി, കിടക്കാൻ എണീക്കാതെ മൂടിപ്പോച്ച് കിടന്നോണ്ടായിരുന്നു ഈ പ്രസംഗമൊക്കെ അല്ലേ? അവനൊന്ന് പറ്റിക്കാനല്ലേ മമ്മി? അവനും ഇപ്പൊ ഇതുപോലെ മൂടി പൊതിച്ച് കിടന്നുണ്ടാവും ഈ പറഞ്ഞു കൂട്ടിയതൊക്കെ. എനിക്കറിഞ്ഞൂടാ അവനെ. അതെ അതെ, അവനത് ടെറസിലിരുന്ന് പഠിക്കുന്നു. വിശ്വാസം വരുന്നില്ലെങ്കിലേ അങ്ങോട്ടേ നോക്ക്. നീ എന്ത് പണിയാ കാണിച്ചത്? എന്തു പറ്റി? നീ കള്ളം പറയാന്നല്ലേ ഞാൻ കരുതിയത്. അങ്ങനെ ഇപ്പൊ കരുതിയതിന് ഞാനെന്ത് ചെയ്യാനാ? ഇത് ചതിയാ. ഇപ്പൊ മനസ്സിലായില്ലേ മായാമി, എന്തുകൊണ്ട് ഇവിടെക്കാൾ ഭേദം ഞാനാണെന്ന്? അതെ അതെ, വന്ന് വന്ന് ഭയങ്കര മടിച്ചായിട്ടുണ്ട്. ഒരു അബദ്ധം ഏത് പോലീസുകാരനും പറ്റും. കരിങ്കോലി. അങ്ങനെ ഇപ്പൊ നീ പഠിച്ച് പത്രോസ് ആവണ്ട. എന്നിട്ട് വന്നേ. വെരി സോറി മാഡം, ഞാൻ സീരിയസ് ആണേ. ഓഹോ, എന്തൊരു സീരിയസ് പഠിപ്പ്. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. കാലത്ത് എഴുന്നേറ്റ് പഠിക്കുമ്പോ ഇങ്ങനെ ചില ഗുണങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലായില്ലേ? വെറുതെ അല്ല മോളെ കാരണവന്മാര് പറയുന്നത് അനുസരിക്കണമെന്ന് പറയുന്നത്. മമ്മി, ബേബാൻഡി, ഇവൻ പഠിക്കുമെന്ന് പറഞ്ഞ് ടെറസിലിരുന്ന് അപ്പുറത്തെ പിള്ളസാറിന്റെ മോളിൽ ലൈൻ അടിക്കുവോ?